വയനാട് വിറങ്ങലിച്ച ദുരന്തമാണ് ചൂരൽമലയിൽ ഉണ്ടായിരിക്കുന്നത്. കേരളം കണ്ട ഏറ്റവും വലിയ പ്രകൃതി ദുരന്തമായി ഇത് മാറുമോ എന്ന ആശങ്കയാണ് എങ്ങും. വൻ ദുരന്തത്തിൽ നിന്നും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടവരും പ്രദേശത്തു നിന്നും രക്ഷ തേടി വിളിക്കുന്നുണ്ട്. രാത്രി 1 മണിക്ക് ഭീകരമായ ശബ്ദം കേട്ടതോടെയാണ് തങ്ങൾ മദ്രസയ്ക്ക് സമീപത്തെ കുന്നിൽ ഓടിക്കയറിയത് എന്ന് കുടുങ്ങിക്കിടക്കുന്ന മിന്നത്ത് എന്ന സ്ത്രീ പറയുന്നു. 150ഓളം പേരാണ് ഈ കുന്നിൽ കുടുങ്ങിക്കിടക്കുന്നത്. നിരവധി പേർ ഗുരുതര പരിക്കേറ്റ് കിടക്കുകയാണ്. എന്തു ചെയ്യണമെന്ന് പോലും അറിയില്ലെന്നാണ് ഇവർ പറയുന്നത്. രാവിലെ വെളിച്ചം വീണതോടെയാണ് കുന്നിന് കീഴെ സകലതും ഒലിച്ചുപോയതായി കണ്ടത്. മുണ്ടക്കൈ ടൗൺ ഒറ്റയടിക്ക് ഇല്ലാതെയായി. കിലോമീറ്ററുകൾ ദൂരെ മലപ്പുറം ജില്ലയിലെ ചാലിയാർ പുഴയിലും ഒഴുകിയെത്തി മൃതദേഹങ്ങൾ. നെഞ്ചുലയ്ക്കുന്ന കാഴ്ച. വെള്ളത്തിൽ ഒഴുകിപ്പോയ 3 പേരെയാണ് തങ്ങൾക്ക് രക്ഷിക്കാൻ സാധിച്ചത് എന്ന് മിന്നത്ത് പറയുന്നു. നിലവിൽ രക്ഷാപ്രവർത്തകർക്ക് പ്രദേശത്തേക്ക് എത്താൻ പോലും സാധിച്ചിട്ടില്ല. അത്രയ്ക്ക് വലിയ ദുരന്തമാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. കൂടുതലും സ്ത്രീകളും കുട്ടികളുമാണ് മദ്രസയ്ക്ക് സമീപത്തെ കുന്നിലുള്ളത് എന്ന് മിന്നത്ത് പറയുന്നു. വയോധികരായ 2 പേർ ചോലയൊലിപ്പിച്ചാണ് കിടക്കുന്നത്. ഗുരുതരമായ പരിക്കാണ് ഇവർക്കുള്ളത്. നിസ്സഹായാവസ്ഥയിലാണ് തങ്ങൾ ഉള്ളത് എന്ന് മിന്നത്ത് പറയുന്നു. അതേസമയം വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരണസംഖ്യ ആശങ്കപ്പെടുത്തും വിധം ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ 73 പേർ മരണപ്പെട്ടതായാണ് റിപ്പോർട്ട്. മരണസംഖ്യ ഇനിയും ഉയരാനാണ് സാധ്യത. മരിച്ചവരിൽ 33 പേരെ തിരിച്ചറിയാൻ സാധിച്ചിട്ടുണ്ട്. ഇതിൽ 3 കുട്ടികളും ഉൾപ്പെടുന്നു. സഹാന, ആഷിന, അശ്വിൻ എന്നിവരാണ് മരിച്ച കുട്ടികൾ. റംലത്ത്, അഷ്റഫ്, കുഞ്ഞിമൊയ്തീൻ, ലെനിൻ, വിജീഷ്, സുമേഷ്, സലാം, ശ്രേയ, പ്രേമലീല, റജീന, രാമോദരൻ, കൗസല്യ, വാസു, ഐഷ, ആമിന, ജഗദീഷ്, അനസ്, നഫീസ, ജമീല, ഭാസ്കരൻ, അഫ്സിയ സക്കീർ എന്നിവരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതിനിടെ മുണ്ടക്കൈയിൽ വീണ്ടും ഉരുൾപൊട്ടിയതായുള്ള സംശയവും ഉയരുന്നുണ്ട്. മുണ്ടക്കൈ പുഴയിൽ മലവെള്ളപ്പാച്ചിലുണ്ടായ സാഹചര്യത്തിൽ പ്രദേശത്തു നിന്ന് അടിയന്തരമായി ആളുകളെ ഒഴിപ്പിക്കുകയാണ്. ദുരന്ത ഭൂമിയായ മുണ്ടക്കൈയിലേക്കുള്ള ഏക പാലം തകർന്നു പോയിരുന്നതിനാൽ അപകടം നടന്ന് 12 മണിക്കൂറുകൾക്ക് ശേഷം മാത്രമാണ് രക്ഷാപ്രവർത്തകർക്ക് അവിടേക്ക് എത്താൻ പോലും സാധിച്ചത്. രക്ഷാപ്രവർത്തനത്തിന് 330 അടി ഉയരമുള്ള താൽക്കാലിക പാലം നിർമ്മിക്കും. സൈന്യത്തിന്റെ ഡോഗ് സ്ക്വാഡും വയനാട്ടിലെത്തും. ചൂരൽമലയിൽ മന്ത്രിമാരുടെ സംഘവും രക്ഷാപ്രവർത്തക സംഘവും തമ്മിൽ ചർച്ച നടക്കുകയാണ്. മന്ത്രിമാരായ കെ രാജൻ, OR കേളു, PA മുഹമ്മദ് റിയാസ്, MLA മാരായ AC ബാലകൃഷ്ണൻ, T സിദ്ദിഖ് എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. വടം കെട്ടി പുഴ കടക്കാനാണ് നിലവിൽ സൈന്യവും NDRFും അഗ്നിരക്ഷാ സേനയും തീരുമാനിച്ചിട്ടുള്ളത്. എന്തായാലും കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയൊരു ദുരന്തം തന്നെയാണ് ഇന്ന് വെളുപ്പിനെ നടന്നിരിക്കുന്നത്. പൊലിഞ്ഞ ജീവനുകളുടെ കണക്കുകൾ പോലും എടുക്കാൻ ഇതുവഴിയും കഴിഞ്ഞിട്ടില്ല. ഇതിൽ കാണാതായവർ എത്ര പേരുണ്ട് എന്നുള്ള കണക്കും വ്യക്തമല്ല.